ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. പാൽവേളിൻ്റെ വേറൊരു വീഡിയോക്ക് എല്ലാവർക്കും വെൽക്കം. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട് കാണും, അത് ശരിക്കും ഉള്ളത് തന്നെയാണ്, അല്ലാണ്ട് ക്ലിക്ക് ബൈറ്റ് ഒന്നല്ല. ആ ഒരു കൗണ്ട്, ഈ കാണുന്ന കണ്ടെയ്നർ മൊത്തം പാലിൻ്റെ എഗ്സ് ആണ്. നമ്മൾ നടന്ന് കളി തുടങ്ങിയ സമയം തൊട്ട്, കളി തുടങ്ങിയല്ല, ഈ സർവർ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട് കളക്ട് ചെയ്ത എഗ്ഗാണ്. ഇതിന് ടോട്ടൽ എത്ര 1000 സംതിങ് എഗ്ഗുള്ളത്. അതിൽ നമ്മളെ കയ്യിൽ 800+ ഉണ്ട്. കറക്റ്റ് എമൗണ്ട് പറയുകയാണെങ്കിൽ 816 എഗ് ഉണ്ട്. അതായത് ഈ കാണുന്ന 3 കണ്ടെയ്നർ, ഇതിൽ മാത്രം കുറച്ച് കുറവുണ്ട്, അത്രേ ഉള്ളൂ. 350 കിലോഗ്രാമിൻ്റെ എഗ്സ് ആണ്. ഈ കാണുന്നത് ഒരു 5 കണ്ടെയ്നർ 25 കിലോൻ്റെ എഗ്ഗ്. പിന്നെ ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്നത് മൊത്തം 10 കിലോൻ്റെ എഗ്ഗാണ്. ഏറ്റവും ചെറിയ എഗ്ഗ് സാധാ എഗ്ഗ്, ഇത് ലാർജ് എഗ്ഗ്, അത് ഹ്യൂജ് എഗ്ഗ്, അങ്ങനെ 3 ടൈപ്പ് എഗ്ഗുള്ളത്. ടോട്ടലാണ് 816 എഗ്ഗ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഹാച്ച് ചെയ്യാം, വലിയൊരു ഇൻക്യുബേറ്ററൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 816 ആയി, പിന്നെ നടക്കില്ല എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻക്യുബേഷൻ ടൈം കുറച്ചിട്ട്, ഇൻക്യുബേഷൻ ടൈം ഇപ്പോൾ 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗ് ഡയറക്റ്റ് വിരിയിപ്പിക്കാൻ പറ്റും ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ആ 816 എഗ്ഗും വിരിയിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ പാൽസം, ഈ കാണുന്ന പാൽസേ ഉള്ളൂ. ബാക്കി എൻ്റെ ഇത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കണ്ടോ, ഇതിലൊന്നുമില്ല. പാൽ ബോക്സ് മൊത്തം ഞാൻ എംറ്റി ആക്കി വെച്ചിരിക്കുക. അപ്പം നമ്മളതിൽ എത്ര പാൽസ് കയറുന്നതെന്ന് അറിയേണ്ടത്. അപ്പം ഞാൻ എന്തെങ്കിലും നമുക്ക് 10 തുടങ്ങാം. ഓക്കെ, ഹ്യൂജ് എഗ്ഗ് നമുക്ക് ലാസ്റ്റിലോട്ട് വെക്കാം. ചെറുത് വെച്ച് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലങ്ങോട്ട് തുടങ്ങിയേക്കാം. എവിടെ? ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഒരെണ്ണം വെച്ചിട്ടേ അങ്ങോട്ട് പണിയാം. വെയിറ്റ്, എൻ്റെ കയ്യത്ത് ഇതൊക്കെ ഏറെക്കുറെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഇത് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, കുറച്ച് കൂടുതൽ സ്ഥലം കിട്ടും. കാരണം അതിൻ്റെ അകത്ത് തുറന്ന് വെച്ച് ഓരോ തലഞ്ഞന്മാർ ഈ വിറകപ്പുറത്ത് കൊടുക്കുക ചേട്ടാ. എന്താ അവസ്ഥ നോക്കി, ഇതൊരു ഉത്തരവാദിത്തം അറിയാം അവന്മാർക്ക്. ഒരു സാധനം നിലത്തിട്ടുള്ളൂ, അപ്പത്തിനടുത്ത് തുറന്ന് വെച്ച്. ബാക്കി സാധനം ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ കൊടുന്ന് വെച്ച് ഇതിൻ്റെ അകത്ത്. എടാ കുരുത്തം കെട്ടവന്മാര്. നമുക്ക് മാക്സിമം എഗ് അപ്പം കയ്യിൽ വെക്കാലോ. ഓക്കെ, ഇത് രണ്ടെണ്ണം കയ്യിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരു ടൈം എടുത്ത് ചെയ്യുന്നൊരു സാധനമാണിത്. വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായി തോന്നും, പക്ഷേ നമ്മൾ ഈ എഗ്ഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് മറ്റേ പക്ഷി കിട്ടിയപ്പോൾ തൊട്ടിട്ട് പറന്ന് നടക്കുന്നതാണ് ഈ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നമ്മൾ വിരിയിപ്പിച്ച് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റത്തെ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഞാൻ എത്ര എഗ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടി എണ്ണ എടുത്തോ, ഞാൻ എണ്ണുന്നില്ല കറക്റ്റ്. ഇതിപ്പോൾ ഇങ്ങോട്ട് ഇതൊരു 6, 12, 18, 24 എഗ് ഉണ്ട് ഫസ്റ്റ്. അപ്പം ഞാൻ എന്തായാലും വെക്കുവാണ്. 0 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിരിഞ്ഞിട്ടും. കോഗ്നിറ്റോ, ഇത് ഫസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഈ സാധനത്തിന്. എല്ലാത്തിനും നമുക്ക് വിരിയിപ്പിക്കാം. വീണ്ടും അത് തന്നെ. ഇതിലൊക്കെ അത് തന്നെയാണ്. എടേ മൊത്തം തന്നെയാണല്ലോ. റെയിൻ ട്രിക്സ് എല്ലാ ടൈപ്പ് വെക്കുണ്ട്. അതുകൊണ്ട് ഇത് സ്വീപ്പടെ വേറെ ഇതൊന്നും തോന്നുന്നു കേട്ടാ. നൈറ്റ് വിങ് നമ്മളെ കയ്യിലുണ്ട്. എടാ ഇതിന് ഞാൻ അവസാനം കൂട്ടായി എൻഹാൻസ് ചെയ്യാം. എടാ ഇത് തന്നെ വീണ്ടും ഇലക്ട്രിക് കേക്ക് ഇരുന്നുണ്ടാവാ. മുള്ളംപന്നി, ഇലക്ട്രിക് മുള്ളംപന്നി കേട്ടോ. ഫുഡ്ലർ നമ്മളെത്തുന്നുണ്ട്. എനിക്ക് നമ്മളത് ഇല്ലാത്ത സാധനത്തിന് കിട്ടേണ്ടത്. എടാ ഇതൊക്കെ നമ്മളതിലുണ്ട്. വർക്ക് ഹോളിക്കാണ് കേട്ടോ. അവനക്ക് മറ്റേ ഇതുണ്ട്, ഗോൾഡൻ ചിന്നുണ്ട്. ഇവന് എല്ലാത്തിനും ഗോൾഡൻ ചിന്നുണ്ടല്ലോ. ഫോക്സ് പാർക്ക്, കൗഗിനിക്കോ വീണ്ടും. എല്ലാത്തിനും കൂട്ടെ ഒന്നിനോട്ട് എൻഹാൻസ് ചെയ്തിട്ട് വിഷയം സാധനത്തിന് ഉണ്ടാക്കാം. എവിടെ ഇതന്നെ ഉള്ളു കേട്ടാ.
വാട്ടർ പ്രൂഫാണ്. സ്പാർക്കിറ്റ് ഫുഡ്ലർ എഗെയിൻ. മൗ ക്രൈസ്റ്റ് അത് കണ്ടിട്ടുണ്ട്, പിടിച്ചിട്ടില്ല അവിടെ. മൗ ക്രിസ്റ്റ് പെങ്കിലറ്റ്. ഓ ഇത് ടൈം എടുക്കും കേട്ടാ. ഇങ്ങനെ ഞാൻ 800 ചില്ലറ്റാ. 800 ഞാൻ ഇങ്ങനെ എൻഹാൻസ് ചെയ്യണ്ടേ, ഇൻവൈറ്റ് ചെയ്യണ്ടേ. കഴിഞ്ഞ കഴിഞ്ഞു. ഓ ഇതില് കൂടുതൽ ഇതാണല്ലോ. ഈ ഡമ്പൊക്കെ പുതിയ വന്നതാണ് കേട്ടോ. ഒരു കണ്ടെയ്നറത്തെ കറക്റ്റ് കൈ കൊള്ളു ഇല്ലടാ. അതോടെ ഇരിക്കട്ടെ. ഓ വെറുതല്ല. ഓക്കെ സെറ്റ്. വെറുതെ നടന്നു വന്നാള്. പെങ്കിലറ്റാ ഈ ഹ്യൂജില് അല്ലെ ഡമ്പിൽ ഇതാണ് കിട്ടുക. റെയിൻ ട്രിക്സ് അതിന് കുറച്ചായിപ്പോ. ചില്ലറ്റ് ഹ്യൂജിനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഹ്യൂജ് മിക്കവാറത്തൊരു 30 മിനിറ്റിന്റെ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടാ. റെയിൻ ട്രിക്സ് ഡേറ്റ് ലവറ ചില്ലറ്റ് ഓ ക്രൈസ്റ്റ് പെങ്കിലറ്റ് പെങ്കിലറ്റ് ചില്ലറ്റ് റണ്ണർ. കുറച്ചെണ്ണത്തിനൊക്കെ മറ്റേ എബിലിറ്റി ഉണ്ട്, സ്കില്ല്. അതുള്ളതിനെ വെച്ചിട്ട് വേണം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ. ഒരേപോലത്തെ സാധനത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് എൻഹാൻസ് ചെയ്തിട്ട് ഇതാക്കാം. ഓ ആ ചില്ലറ്റിൻ്റെ കഴിവില്ലാത്തവനാണ് കേട്ടോ. 4 എണ്ണം 3 എണ്ണം കണ്ട് മൈനസ്. മാവ് പെങ്കിലറ്റ് മിക്കവാറിപ്പോൾ കത്തും. ഞാൻ ഒക്കെ കൂടി ഒരുമിച്ച് വെച്ചിട്ട് 0 ആക്കിയാണ്ട് ഇങ്ങനെ പോകുന്നില്ല. ഇനി കാത്തിരിക്കണം തീരാൻ വേണ്ടിട്ട്. ഇത് ഫ്രോസൺ ആക്കിയിട്ട് മൊത്തം പെങ്കിലറ്റിന് തോന്നണ കേട്ടാ കിട്ടുക. ഓ ബാങ്ക് കാർഡ് ആ മോക്രസി XP പോൺസ് അങ്ങനെ വരുന്നാണോ. സാധാരണ മിനിറ്റൊക്കെ ഇതിന് അത്യാവശ്യം ടൈം ഇതിന് വേണം. മറ്റേ ഹ്യൂജൊക്കെ വിരിയാൻ മണിക്കൂർ എങ്ങാണ്ട് വേണം. എത്ര കൊണ്ട് മണിക്കൂർ വേണമെന്ന് തോന്നുന്നു. കറക്റ്റ് അറിഞ്ഞൂടാ. ഞാനതൊക്കെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഓഫാക്കിയിട്ടതാ. സർവർ സെറ്റിങ്സിൽ മാറ്റിയതാ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ 5-നാണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ അതും കഴിഞ്ഞിട്ടാവും. അപ്പോൾ ആ ഒരു ഇതും കൂടി വെച്ച് കാണണം. ഇതിൻ്റെ അപ്ഡേറ്റ് വല്ലതും വന്നാന്ന് എനിക്കറിയില്ല, പുതിയ എഗ്ഗൊക്കെ. അതുകൊണ്ട് അതും കൂടി മനസ്സിൽ വെച്ച് കാണുക. ഓ രണ്ടാമത്തെ കണ്ടെയ്നർ കാലിയായി. അങ്ങനെ കണ്ടെയ്നർ മൊത്തം ഒന്ന് കാലിയാക്കും. ഓക്കെ അടുത്തതും കാലിയായിട്ടുണ്ട്. പൊളിക്കാൻ കഴിഞ്ഞത് അയ്യോ. റോക്ക് എഗ് നമ്മൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് അവരുടെ കൊണ്ടുപോയിക്കോളൂ വന്നിട്ട്. കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ നല്ല പിള്ളേരാ ഇടയ്ക്കൊക്കെ. പെങ്കിലറ്റ് ഇടത് കിട്ടിയത് തന്നെ ഉണ്ട്. കിട്ടണം കിട്ടും. ഞാൻ വെറൈറ്റി എന്തെങ്കിലും കിട്ടും. വാനരത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. വാനരം എന്നല്ല കേട്ടോ, അതിൻ്റെ പേര് വേറെ എന്തോ ആണ്.
അയ്യോ ബോംബിടുന്നവൻ. ബോംബറാ, സൂയിസൈഡ് ബോംബർ. സെലറി ആദ്യത്തെ ഐ മീൻ ഇതിട്ടാ. ജോൺത്തോങ് എന്നാണ് അവൻ്റെ പേര്. നമുക്ക് പോയി മുള്ളംപന്നി, ഇലക്ട്രിക് മുള്ളംപന്നി. ആ ഇത് പുതിയ ആളാണ് കേട്ടാ, കെൽസി ഇഗ്നസ്. എൻ്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു. ബേളി ബോഡി എന്തോ കഴിവുള്ള പോലെയാണ്. റെയിൻ ട്രിക്സ് ഇപ്പൊ പറഞ്ഞേക്കാകുമ്പോ അതന്നെ അതിലെ കൊണ്ടു ഫുള്ള് സ്പാർക്കിറ്റ്. ജോൽത്തോ കോഗ്നിറ്റോ പറ. ഇപ്പൊ നമ്മളെ സ്ലോട്ട് ഫുള്ളാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫുഡില്ല നോക്കട്ടെ. നമ്മുടെ സ്ലോട്ട് ഒന്ന് നമുക്ക് കുറേ സ്ലോട്ട് ഉണ്ട്, കുഴപ്പമില്ല, കിട്ടും. ബ്രിഷ്ലേ നോ പാൽ ക്യാപ്ചേർഡ്. ബ്രിസ്റ്റ്ലാനെ കിട്ടി. അതെങ്ങനെ കിട്ടി? എനിക്ക് എഴുതി കടിച്ചില്ലല്ലോ. റൈൻ ട്രിക്സ് ഭയങ്കര കൊണ്ടു. ചേടാ മൗക്രിസ്റ്റിന് കുറെ കിട്ടിയതാ. ലീസ്പങ്ക് ഇഗ്നിസ് ഞാൻ ഇതുവരെ ക്യാപ്ചർ ആയിട്ടില്ല. ആവണം കണ്ടിട്ടുണ്ട്, ക്യാപ്ചർ ആയിട്ടില്ല. കുറെ ഉണ്ട്. മൗ വാസ് ബോട്ട്, വെറും മൗ. ആ ഇപ്പം അതന്നെ. ഓ റോക്കെങ്കിൽ അതാന്ന് തോന്നണേ ഏട്ടാ. ആ എനിക്ക് യുജക്ക് തുറക്കാൻ ധൃതിയായി. യുജക്കിലല്ല ഇപ്പൊ ബോസിന്റെ കുട്ടീനെ കിട്ടുന്നതാണ്. ബോസ് കുട്ടീനെ കിട്ടണം. 10 കൂടുതലേ. നിങ്ങൾ കണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അവസാനം കിട്ടീനൊക്കെ കാണിച്ചിരുന്ന കുഴപ്പമില്ല. കുറച്ച് വീട്ടിലെടുത്ത് കൂടിയും കുഴപ്പമില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് ലാസ്റ്റിലോട്ട് പോയിക്കോ. യുജക്ക് കാണാം. ഓക്കെ കില്ലിട്ടേക്ക്. ഓക്കെ ഇങ്ങോട്ട് അതൊരു കൊണ്ടേക്കോളും. വിരി കോഴിമുട്ടാന്ന് പറയുന്നത്. വെറും മുട്ട അല്ലെ, പാൽമുട്ട. ഓക്കെ വന്നിട്ടും വെറും വന്നിട്ടും ഫ്ലോപ്പി. റിബുണ്ണി. ഗിന്നീസിന് കൊണ്ടും കിട്ടിയത് കുറച്ചായി ഏട്ടാ കിട്ടുന്നു. ഇതേ കൊണ്ടു പറഞ്ഞേക്കതേ കൊണ്ടു. നിനക്ക് എൻഹാൻസ് ചെയ്ത് നമുക്ക് അടിപൊളി പാൽസിന് കിട്ടും തോന്നുന്നു കേട്ടോ. ഡിപ്രസോ മോൻ കണ്ടാലറിയാം ഡിപ്രഷനിലാന്ന്.
ഇനി പെട്ടെന്ന് പെട്ടെന്ന് തുറന്നു പോകട്ടാ. കൂടുതൽ ബോസിനെ കിട്ടില്ല അല്ലേ? ഇതിന് കിട്ടില്ല. ഇതിന് കിട്ടാൻ തീരും ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു ഈ 10 kg ഇതിന്. ഇത് ഞാൻ ഒറ്റക്ക് കളിച്ചതല്ല കേട്ടാ, ചെസ്മാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. കൊടുത്തിലേക്ക് കളിച്ചത് ഞാൻ തന്നെയാണ്. ചെസ്മാൻ ഇടയ്ക്കൊരു മടിയനായിരുന്നു. ഇതൊക്കെ അവൻ്റെ പണിയാ. ആ ബോർഡ് വെച്ചത് 10 കിലോന്റെ ബോർഡ്, 50 കിലോന്റെ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചത്. പക്ഷെ കുറച്ച് ഒരു നമ്മൾ 3 ദിവസം അടുപ്പിച്ച് കുത്തിരുന്ന് എങ്ങനെ ഇരിക്കും? 3-4 ദിവസം അത്രയും ടൈം ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ആ 3 ദിവസത്തിന്റെ ടൈം, ഐ മീൻ ഗ്യാപ്പില്ലാണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇതിലൊരു 400-300 എണ്ണം ഒറ്റ ഇരിപ്പിന് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിച്ചുള്ളതാണ്. പിന്നെ ബാക്കിയൊക്കെ സൈഡായിട്ട്. നമ്മളെ പണിക്കാർക്കൊക്കെ മരുന്ന് കൊടുക്കാനായിക്കണം. എല്ലാവരും ഡിപ്രഷനും സിക്കൊക്കെയാണ്. എങ്കിലും പുതിയനൊന്നും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ പുതിയനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാൻ ചാൻസ് ഉടനെ നമുക്ക് കിട്ടി. അയ്യോ ഓറഞ്ച് എഗ് കിട്ടുന്നത് കഥ എൻ്റെ പൊന്നോ. അതൊരു ടൈമിൽ അത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ, ഓറഞ്ച് എഗ് മാത്രം. ഇത്രയും കണ്ടു ചെയ്യണ്ട ഏടായി. നമ്മൾ പകുതി പോലും ആയിട്ടില്ല ഏട്ടത്തിന്നിട്ട്. ഇതൊരു 1 hourന്റെ വീഡിയോ ആയിരിക്കും. ഡേ ഡ്രീം വെറൈറ്റി കിട്ടി. സ്വീപ്പ എൽക്കിദർ റൈഡർ അതിന് നമ്മൾ കയ്യിലുണ്ട്. പക്ഷെ അതിട്ട് കിട്ടുന്നല്ലേ. സിനിമത്തിന് അതിട്ടാ പോകുന്നു. ഫ്ലെയിംബെല്ലെ വീണ്ടും. ഗേലക്ലൗ. നിന്റെ കാലുമല അങ്ങാണ്ട് പിടിച്ച് പറക്കാൻ തോന്നുന്നു നമുക്ക്. ടൊക്കോ പാസ്പോർട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ പാൽസിനെയും ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. സോലാണ് എല്ലാതും. ബോസും ലോക്കലും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഒരു കൂടിൻ്റെ അകത്ത് പിടിച്ചിട്ട്. പക്ഷെ ഇവരെന്താ ഇവിടെ നിനക്ക് മനസ്സിലാവാത്തത്? നമുക്ക് കൂട്ടിൻ്റെ അകത്തല്ല ശരിക്കും. എന്ത് പെട്ടെന്നാ വിരിയുന്നത്. ഒരു മുട്ട കണ്ടടിക്ക് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? സകല മാപ്പും കറങ്ങി, മാപ്പിന്റെ സകല സൈഡും പോയി. 360 ഡിഗ്രി നോക്കിയിട്ടാ പറഞ്ഞിരുന്നത്. ലോഗിങ് ഫോർമാൻ അതിൻ്റെ കഴിവ് വേണ്ട. ഒരു സെറ്റ് കഴിഞ്ഞ് ഇനി 10 kgയുടെ 3, 6, 8 കണ്ടെയ്നർ കൊണ്ടുണ്ട്. അയ്യോ
ഒരു 1 hour അങ്ങോട്ട് തീർക്കാം. ഓക്കെ, എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. കുറച്ച് നിർത്തോണ്ട് പോടാ. വരും നോക്കിയേ, ഇങ്ങോട്ട് പറക്കാം. എത്ര എണ്ണം വെച്ചെടുത്തുണ്ടോ? ഒരുവരിക്കും ഇരുന്ന ഇനിയുണ്ടല്ലോ. ആ, അടുത്ത ആൾ വന്നു. ഇനിയുണ്ടാ? ഇവിടെ 19 പണിക്കാരുണ്ട്, 48 പണിക്കാരുണ്ട് നമ്മൾ ഈ ബേസിൽ. ഫോക്സ് പാർക്ക്, കഴിവുള്ള ഫോക്സ് പാർക്കാണ്. ഈ ടോട്ടോയ്സ് ഡിക്ടോയ്സിനൊന്നും മുട്ടരിഞ്ഞ് കിട്ടില്ലായിരിക്കും. ഡയർ ഹൗൾ പുതിയ ആളാണ് നമ്മളെ. നൈറ്റിങ്ങനെ കിട്ടിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ അടുപ്പിച്ച് ഓർക്കുന്നതുകൊണ്ട് ഏതൊക്കെ മിസ്സാവുന്നുണ്ട് കേട്ടാ. എന്തായാലും അവസാനം നിങ്ങൾക്ക് കിട്ടിയതിനൊക്കെ കൂടി കാണിച്ചു തരാം. റണ്ണർ സെലറൈ, ഒന്ന് സെലറൈ. ആ, കാപ്രക്കി പിന്നെ തിളങ്ങുന്നുണ്ട് നമ്മളതിൽ. പിന്നെ മൊത്തം ഫ്ലോപ്പ് വന്നോട്ട്. ലാഗ് അടിച്ചതാണ് കേട്ടോ, ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ വെച്ചേക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടാ. കെൽസി ഒന്നും കെൽസി ഏടെ ഇലക്ട്രിക് പാല്. താ താ. ഓ, മുള്ളം പന്നി. കെൽസി റെഡിൽ മൊത്തം തീൻ്റെ ആൾക്കാരാണ് കേട്ടാ. നമ്മൾ ആദ്യം വിജയിച്ച സെറ്റപ്പ് മറ്റേ കുറേ ഇൻക്യുബേറ്റർ വെച്ചിട്ട് ഒരു സൈഡിൽ ഐസിൻ്റെത്, ഒരു സൈഡിൽ തീ വെച്ചിട്ട് ഹോട്ടിൻ്റെത്, അങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു. കാരണം ഇതിന് കോൾഡും വേണം, ചിലതിന് ഹോട്ടായിരിക്കും വേണം. അപ്പോൾ 2 സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു. പക്ഷെ ഇത്രയും എഗ്ഗ് ആദ്യം നമ്മൾ 300 എഗ്ഗായിരുന്നു വിചാരിച്ചിരുന്നത്. എല്ലാത്തിനും വിചാരിച്ച് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് വീഡിയോസ് ഒന്നും കണ്ടില്ല. ഇത്രയധികം എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന വീഡിയോസ് തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു കൗതുകം, നമുക്ക് ഇത്ര എഗ്ഗ് വെച്ചിട്ട് ചെയ്താലോ. പിന്നെ 500 പിന്നെ കളക്ട് ചെയ്ത് വന്നപ്പോൾ 800 ആയി. ശരിക്കും ഒരു 300-100 ആയിരുന്നു നമ്മളെ കണക്ക്. അയ്യോ, ഞാൻ തറ പൊളിച്ച്. എളുപ്പം. പെട്ടെന്നായിക്കോട്ടെ. റിബുണ്ണി പിന്നെ മൊത്തം ഡൊമ്പോട്ട് ഡയർ ഹോൾ എത്രക്കി വൃത്തിയാണ്. സെലറൈ പെങ്കിലിറ്റ് വീണ്ടും പെങ്കിലിറ്റ്. ടാൻസി എങ്ങനെ ഫ്രോസൺ ഐസിൽ അതിൻ്റെ മുമ്പ് ചെയ്തതെന്ന് തോന്നുന്നു കേട്ടോ. റെയിൻ ട്രിക്സ് ചില്ലറ്റ് ഡാമ്പിൽ എന്തുണ്ടാവും നോക്കണം. പെങ്കിലിറ്റ് ചില്ലറ്റ്
ട്രെയിൻട്രിക്സ് ഉണ്ടോ വെച്ച് പോവാം. നമുക്ക് എഴുതി കാണിക്കുന്ന മാത്രം നോക്കിയാൽ മതി. ഇന്നലെ എല്ലാത്തിൻ്റെയും കാണിക്കും. കുറച്ച് ഡിലേ ഉണ്ടാവുന്നുള്ളൂ. ലൂപ്പ് മോൻ ഇതായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക്. ലൂപ്പ് മോൻ മറ്റേ ബ്രീഡ് ചെയ്താൽ കിട്ടുന്ന റൈറ്റാ. ബുള്ളറ്റൊക്കെ കുറേ ഉണ്ടല്ലോ. അരിസ്റ്റീൽ ബ്രേവ്. ഓ അങ്ങനെ അടുത്ത കണ്ടെയ്നറിലോട്ട്. ഇത് വന്നുകൊണ്ടിരിക്കും കേട്ടാ. നേരത്തെ കുറേ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. പീക്കാർഡൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ അടുത്ത്. ഞാനിത് പൊളിച്ചോണ്ടിരിക്കുന്നത് ലൈക്ക് കുറയുന്നത് അറിയാനാ. അല്ലെങ്കിൽ ഇനി ഇത്രണ്ടാന്ന് ചോദിക്കും. ഇതിപ്പോ ഇത്ര ഉള്ളല്ലേ കഴിയാനായി എന്ന് വിചാരിക്കാം. അത് നമ്മൾ ചെറിയ ബോക്സിലായിരുന്നു കേട്ടോ. നമ്മൾ അടിയിൽ ചെറിയ ബോക്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടെയ്നർ കണ്ടപ്പോൾ കണ്ടെയ്നറിലോട്ട് ആക്കിയതാ. അതിൻ്റെ ശേഷം വേറെ എവിടേക്കോ ആക്കിയിരുന്നു. ആ ടേബിൾ വെച്ചിട്ട് ടേബിളും ആക്കിയിരുന്നു. ഡെക്കറേഷൻ ടേബിൾ ഉണ്ട്. ഡെക്കറേഷൻ അല്ല, കുറച്ച് നീളമല്ലോ ടേബിൾ. അതിൽ കുറച്ച് കൂടുതൽ സ്റ്റോട്ട് കിട്ടും. നമ്മൾ അതിലും വെച്ചായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ ഇങ്ങോട്ട് എത്തിയത്. ലാസ്റ്റ് നമ്മൾ ഇൻക്യുബേഷനായിട്ട് വേറൊരു ബേസ് പണിഞ്ഞാലൊന്നും ആലോചിച്ച്. ഇതിന്ന് എങ്ങനെ ഞാൻ നല്ലതിനെ നോക്കി സെലക്ട് ചെയ്തിട്ട് ഇതാക്കുമെന്ന് ഞാൻ നോക്കണേ. ഇഷ്ടം പോലെ സാധനം ഉണ്ടായി. എൻഹാൻസ് ചെയ്യാനേ. പാല് ഇഷ്ടം പോലെ ഉണ്ട്. സെല്ലറേനും ഞാൻ ബഡ്ജറ്റിലാണ് അധികം. കണ്ടാ വെറുതെ വിടാറാ. അത് വെള്ളത്തിലുണ്ടാവാറ്. ഏതെങ്കിലും ഹ്യൂജ് ഒക്കെ ഇരിപ്പിച്ച് ചിലപ്പോൾ ഇതിൻ്റെ ബോസിനൊക്കെ കിട്ടും. അപ്പോൾ അതിലോട്ട് ഇതാക്കാം. അതാവും കുറച്ചുകൂടി ബെറ്റർ. ബോസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വലുപ്പ സാധനത്തിന് ഭയങ്കര വലുപ്പം വെക്കും. ഓ അതൊരു ഇത് കഴിഞ്ഞപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എപ്പോഴും എഴുതി കളിക്കാൻ കഴിഞ്ഞില്ലേ. ഡേ ഡ്രീം ഡ്രോപ്പ്, സപ്ലൈ ഡ്രോപ്പ്. രണ്ടാമത്തെ ആണല്ലോ അത്. ഓൾറെഡി ഒരെണ്ണം വന്നായിരുന്നു ഞാൻ നേരത്തെ തുടക്കുമ്പോൾ.
10 എത്ര എണ്ണമൊക്കെ ഹരിപ്പിച്ചതാക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടേ ഇതൊക്കെ ഇനി ലെവൽ 1 മാറ്റട്ടെ. എന്താ ക്യാപ്ചർ സക്സസ് എഴുതി കാണിക്കുന്നു മുകളിൽ? കറക്റ്റ് ഞാൻ പറഞ്ഞ ഗോട്ട് റിലീസ് ആവുന്ന ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്. ദ ഗോട്ട് വിജയുടെ പടം. ഇതൊക്കെ ഇനി ആരും കാണുമോ എനിക്കറിയില്ല. ഞാൻ വെറുതെ എൻ്റെ ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നു. ഓക്കെ, അടുത്തൊരു കണ്ടെയ്നർ കഴിഞ്ഞിട്ടുണ്ട്. ഓ 10ൻ്റെ 4 കണ്ടെയ്നർ കൂടെ ഉള്ളൂ. അരമണിക്കൂർ എടുത്തല്ലേ? 1 മണിക്കൂർ എന്തായാലും കൂട്ടിക്കോ ഗൈസ്. അപ്പോൾ പറക്കാൻ ടീംസ് വരും ഇപ്പോൾ. ഇതൊക്കെ ആയില്ലേ ഇത്? കിട്ടിയ സാധനങ്ങളെ കൊണ്ട് കിട്ടുന്നത്. പുതിയൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. നമുക്ക് ഏറെക്കുറെ എല്ലാത്തിനും കിട്ടിയെന്നാണ് ചേട്ടാ. ഒട്ടയിന് കിട്ടാൻ ചാൻസുള്ള എല്ലാത്തിനും കിട്ടി. ഇനി ഹ്യൂജെക്കിന് മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. ഇതിലോട്ട് കയറാനായി നമ്മൾ. ടോട്ടൽ ഇതിൻ്റെ അകത്തുള്ള കൗണ്ട് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അതായത് ഒരു എഗ്ഗ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും എഗ്ഗ്, അത്രേ ഉള്ളൂ. 1000 സംതിങ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് മാക്സിമം കിട്ടാൻ പോകുന്ന എഗ്ഗിൻ്റെ കണക്ക്. അതിൽ നമ്മളൊരു 3/4 ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. സൗകര്യക്കോ ഇതാണ് കൂടുതലും തോന്നണ ചേട്ടാ.
നമ്മൾ ഏറെക്കുറെ ഇതിൽ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത് കഴിഞ്ഞ ചേട്ടാ ഗെയിമിൻ്റെ അകത്ത്. ഇനി നമുക്ക് പിടിക്കാൻ പറ്റാത്ത മറ്റേ സുമോണിങ് അൽത്താറിലത്തെ ആ ബോസ് വരുമല്ലോ, അവനെ കൊല്ലാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഫെയിലായ സംഭവം. പക്ഷെ നമ്മൾ പിടിക്കും, അതിനുള്ള ഏമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളത് കണ്ടാണ് ആ വീഡിയോ പിടിക്കുന്നതല്ലേ ഇനി കാണും. മിസൈലൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ ഇനി 2 കണ്ടായിരുന്നു കൂടെ. തീർന്നു. ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ 10ൻ്റെ കംപ്ലീറ്റ് ആയി. അടുത്തത് 20ൻ്റെ 25ൻ്റെ 25 എനിക്ക് കൊണ്ട് 5 കണ്ടെയ്നർ ഇറങ്ങുന്നുണ്ട്. 4 കണ്ടെയ്നർ ഫുള്ളും പിന്നെ ഒരെണ്ണം കുറച്ച് കുറവാണ്. എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോ മാക്സിമം സ്പീഡിൽ ചെയ്യുന്നുണ്ട് എന്തായാലും. ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കാറില്ല, നിങ്ങളിത് ഫുള്ള് കണ്ടോട്ടെ എന്നുള്ളതിൽ. ഡിപ്രഷൻ കൊണ്ടും ഓക്കെ. അടുത്തതും തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് കണ്ടെയ്നർ 10ൻ്റെ. ഓക്കെ, അതും തീർന്നിട്ടുണ്ട്. അപ്പം ഇനി ബോർഡ് ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ വേണ്ട, ബോർഡ് ഇരിക്കട്ടെ. അത് ചെസ്റ്റിന് വെച്ചതാണ്, അത് ഞാൻ പൊളിക്കുന്നില്ല. ഓ, നമ്മൾ 40 മിനിറ്റ് എടുത്തു കേട്ടോ.
10ന്റെ എഗ്ഗ് വിരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് 40 മിനിറ്റ് 40 മിനിറ്റ് കൂട്ടാം. വെറൈറ്റി കഴിഞ്ഞെന്ന് തോന്നേട്ടാ. എനിക്ക് വെറൈറ്റി കിട്ടുന്നില്ലടാ സെയിമൊക്കെ. ഈ കോഴി എനിക്ക് ഇഷ്ടമല്ല. ഈ കോഴി സ്വന്തമായിട്ട് വന്ന് ചത്ത് പൊട്ടിത്തെറിച്ചാവും. അതുകൊണ്ട് ഇഷ്ടമല്ല എനിക്ക്. സൂയിസൈഡ് ബോംബർ കോഴി അല്ല താറാവ്. പാർക്കിട്ടൊക്കെ ഓക്കെ. അങ്ങനെ അതങ്ങോട്ട് കൊടുക്കും. അടുത്തത് നമ്മൾ 25-ലോട്ട് കിടക്കുന്നു. അയ്യോ ഇത്ര ദൂരത്തൊന്നില്ല. ഓക്കെ താങ്ക്സ് ഗൈസ്. പൊക്കോ അപ്പോൾ എന്താണോ വൈദ്യുതി ജനിച്ച്. അയ്യോ ഇതൊക്കെ ഒന്ന് എഴുതി കഴിക്കട്ടെ കേട്ടാ. നമുക്കപ്പം തന്നെ ഇന്ന് കുറച്ചുകൂടെ എടുത്തു തരാം. ഞാൻ അറിയാണ്ട് എഴുതിപ്പിച്ച്. ഓ 25 കുട്ടി വെയിറ്റ് കൂടും കേട്ടാ. ഈ പെട്ടി തുറക്കാൻ എന്താണോ ചെയ്യാ. എന്താ തീരത്തെ കേട്. നോക്കട്ടെ. ഇതെന്തൊക്കെ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 ബോളുണ്ട്. 17 ബോക്സ് ഫുള്ള് ആയി. പകുതി കൂടുതലായി നമ്മള്. ഇത്ര കൂടി ഉള്ള സ്ഥലം അതിനൊന്നും ഉണ്ടാവുള്ളൂ കേട്ടാ. എന്താടാ കാറ്റി വെടഞ്ഞതിലും അതായത് ഇല്ല അതല്ല. എന്തോ ഇത് തീരത്തെന്താ. ഞാൻ കൂടി 8 കണ്ടെയ്നർ അല്ലല്ലോ, 8 അല്ല 7 കണ്ടെയ്നർ ടോട്ടല് ബാക്കിയുള്ള കേട്ടാ. ഡിനോസെലക്സ് ആവും അതിന് ഇത് കേട്ടാ. അതെ 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 ഡിനോസെലക്സ്. അപ്പൊ ഇതില് വെറൈറ്റി കിട്ടും കേട്ടാ. റിപ്റ്റർ ക്രൈസ്റ്റ് അത് നൈസാ, ഭയങ്കര ലുക്ക് അത്. റോബിൻ ക്യൂല് വലിയ വെറൈറ്റി സാധനമൊക്കെ കിട്ടി തുടങ്ങി കേട്ടാ 25-ല്. എവിടോ മോനെ വാനര ക്രൈസ്റ്റ് അതെൻ്റെ ഇല്ല. 1 ക്രൈസ്റ്റ് യൂണിവോൾട്ടിന് കിട്ടി. കിഡ്സും നമ്മൾ ഇന്നലെ ഇതാക്കിയായിരുന്നു. എന്താ ബ്രീഡ് ചെയ്തായിരുന്നു.
വീണ്ടും വളരെ ക്രൈസ്റ്റാ. അത് ശരി. ആ അറ്റത്തിരി വളരെ ക്രൈസ്. ഇതിപ്പോൾ തന്നെ ഇല്ല. ആ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെസ്മെൻ്റ് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല ഇതിന്. ഇൻക്യുബേഷൻ കംപ്ലീറ്റ്. ഇന്റെങ്കിലും എന്താണ് നോക്കട്ടെ. ഓ വിക്സൺ നല്ലൊരു പണിക്കാരനെ കണ്ടാന്ന് തോന്നുന്നു. റാഗ്നാഹോക്കിനെ ഞാൻ പിടിച്ചിട്ടില്ല തരേ. ഓ നെക്സ്റ്റ് ഇതിനെ കിട്ടി. ബുഷി സർപ്പൻ ടറ പിടിച്ചിട്ടുണ്ട്. റോബിൻ ക്യൂൽ ടറ ഉണ്ട്. കൂടാണ്ട് പണിയെടുത്തിട്ട് പോയിട്ടുള്ളൂ. ഓ ഡിനോസിലക്സിന് ആവശ്യമുണ്ട് കേട്ടോ ആക്ച്വലി നമുക്ക്. കാരണം നമ്മൾ അപ്പുറത്തെ ബേസിൽ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ റിഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടി വേറൊരു ബേസ് കൂടി ഉണ്ടാക്കി പുതിയത്. അപ്പോൾ അതിൽ ഫുൾ ഇലക്ട്രിക് പാൽസിന് ഇടുന്നുണ്ട്. റപ്റ്റേറോ അമ്മമാർ ഭയങ്കര വലിപ്പ. റപ്റ്റേറോ റപ്റ്റേറോ ക്രൈസ്ക ബ്ലൂ കളറാ. ബ്ലേസ് മുണ്ട് ബ്ലസ് മുണ്ട് ഏതായിരുന്നു? ഏതോ ഒരെണ്ണത്തിൽ ബ്ലൂവും റെഡും ഉണ്ട്. അത് നൈസ് ലുക്ക്. അത് രണ്ടിലും ഉണ്ട് കൊണ്ടാ ബ്ലൂവും റെഡും. ിന്റെ ബോസ് ഉണ്ട്. നമുക്ക് അതിലോട്ട് ഇതാക്കാം. എല്ലാത്തിനും എൻഹാൻസ് ചെയ്യാൻ പറ്റും. ലവൻഡറാ. അയ്യേ ഇത് മറ്റേ പെണ്ണ്. ആ അതൊരു വിഷയം ഒരാളാണ് അത്. ലവൻഡർ ഇവിടെ നിർത്തോണ്ടായാൽ മതി. 500 കിലോനാ. ഓ ഇതിൽ കൂടുതൽ ഐസാണല്ലോ. ആ ഫോക്സിക്കിൾ പുതിയ ആളല്ല. ഓ മുമ്പടെ 3 റേറ്റ് ഉണ്ട് നമ്മളതിൽ. നിങ്ങൾ ജോലിയുടെ വീഡിയോ കണ്ടാണല്ലോ മുമ്പടെ നമ്മളെല്ലാം. 3 അല്ല 2 മുമ്പുണ്ട്. മുമ്പ് ബൊട്ടനുണ്ട്. പിന്നെ ഇതായാലും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ആ മഞ്ഞ സാധനം ഇലക്ട്രിക് കച്ചും അതിൻ്റെ പോലത്തെ സാധനങ്ങളാണ്. ഓ 50 അടുത്ത് എനിക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വെയിറ്റ് ഓടിയിട്ട് ഇത് ബെറ്റർ തൊട്ടടുത്ത് വെക്കേണ്ടി വരും. 50 ഇത് വെച്ചാൽ തന്നെ ഫുള്ളാവും. ഇപ്പോൾ ഓക്കെ 5 എണ്ണം കൂടെ നമുക്ക് 5 എണ്ണം നമുക്ക് 10 മിനിറ്റ് തീർക്കണമെങ്കിൽ നമുക്ക് 1 അവറിൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. നല്ല ഞങ്ങൾക്ക് റൈസാണ് കൂടുതൽ കേട്ടാ. അപ്പോൾ ഇതുവരെ കിട്ടില്ലെന്ന് പറഞ്ഞത് കുടുങ്ങിയല്ലേ. ഫുള്ള് അതിന് മാത്രമേ തരുന്നത്. ആ മൊസാണ്ട വീണ്ടും മൊസാണ്ട. ജെഡ് ഡ്രാഗണെ കിട്ടണോ മുട്ട എടുത്തിട്ട്? ഇല്ലായിരിക്കുമല്ലേ. ജെഡ് ഡ്രാഗൺ നമ്മൾ 2ാമത്തെ പ്രാവശ്യം കൂടി പിടിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല. അവിടെ കാണുന്നില്ല ആളെ. ആ ഇതന്നെയാണല്ലോ ഫുള്ള്. ആ റാഗ്നാഹോക്ക്
നിങ്ങൾ ലൈക്ക് അടിച്ച് കാണുക കേട്ടോ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ആരും കാണില്ലെന്നാണ് തോന്നണത്. പക്ഷെ എന്നാലും അതിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കാണുക. ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. കിഡ്സ് എല്ലാത്തിൻ്റെയും സൈഡിലൊക്കെ അൺലോക്കായി കാണും. ഓക്കെ, 25 സെക്കൻഡ് ലാസ്റ്റ് പൊട്ടി. ഓക്കെ, പെൻകിങ് അല്ല, പെൻകിങ് ആണല്ലേ? ഗ്രിൻഡാലേ ഇത് ബോസിന്റെ ആളല്ലേ? പെൻകിങ്, പെൻകിങ് തന്നെ. പെൻകിങ് ആണ് കേട്ടാ. മറയത്ത് വാസ് ബോൺ. ഓ നോക്സ് മറയത്ത് ഫുള്ള്. ഇതൊക്കെ ഒരു ഏരിയ നിന്ന് കിട്ടിയേക്കാന്ന് തോന്നുന്നു കേട്ടാ. ഒരു ഏരിയ നിന്ന് കിട്ടിയേക്ക് ആ സെയിം തന്നെയും തോന്നുന്നുണ്ട് മുമ്പ്. ഗ്രിൻഡാല് സർപ്പന്റ് തറ. ഫെറോഷ്യസ്. കേട്രസ്. ഓ 25 രൂപ കണ്ടെയ്നർ കൂടെ ഉണ്ടല്ലേ. സണ്ട വേറെ അടിക്കൂടെ നടന്നോണ്. ഓ ലൂപ്പ് മോനാണത്. ലൂപ്പ് മോൻ എന്ത് ചെയ്യും? ഇത്രയൊക്കെ ഒന്നും ഉണ്ടായോ? മോളിൽ 2 കൊണ്ടുപോയോ അമ്മമാര്? ഫയറിൽ ഓ പൈറൻ നോക്ട്. അത് ആദ്യമായിട്ടാണ് കേട്ടാ. സെയിം കളർ അത്. ഈ ഉദാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ. അപ്പൊ
കുറച്ച് കൂടുതൽ ഇൻക്യുബേറ്റർ വെച്ചിട്ട് എല്ലാം മുട്ടയും വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇതാക്കിയാൽ തരുന്നല്ലേ. എപ്പടിച്ച് ഇങ്ങനെ പോയാൽ മതി. ബീക്കൺ അതിട്ടാണ് കിട്ടുന്നത്. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറക്കാൻ ഉപയോഗിച്ചത് സാധനം ബീക്കൺ. ഫയറിങ് നോക്കിയെങ്കിൽ മിക്സഡ് ബീക്കൺ. അങ്ങനെ നമ്മുടെ 25 കിലോൻ്റെ അവസാനത്തെ എഗ്ഗാണ് കേട്ടോ. അത് അങ്ങോട്ട് ഇടാം. ഓക്കെ, നമുക്ക് അവസാനത്തെ ഇൻക്യുബേറ്റർ എടാ. പോപ്സിക്കൾ നമ്മളതിൽ ഉണ്ടോ നോക്കട്ടെ. 17ാമത്തെ പേജ് ഇട്ടായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ ആൾക്കാർ. ഇവിടം തൊട്ടിട്ട് ഇവിടം തൊട്ടിട്ട് എടാ മോനെ മറ്റേ മൊസാണ്ടനെ കിട്ടിക്കണോക്കി നിരത്തിയിട്ട്. പക്ഷേ വാനരകറീസ് കൊണ്ടതേ നിരത്തിരിക്കുന്നു. ഒരെത്തി 23 തൊട്ട് നമ്മുടെ ഇത് ഹ്യൂജ്. ഓ 50ൻ്റെക്ക് ഇത്ര അടുത്തേക്ക് എൻ്റെ കൈ ഫുള്ളായി. അല്ല അത് കയറി ഉണ്ടാ, എന്നാലും ഏറെക്കുറെ ആയി. തീർന്നിട്ട് നമുക്ക് നോക്സ് ഗ്രിൻഡാല് ഇതൊക്കെ ഇപ്പോഴും കയറുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഓൾറെഡി വെറ്റിയത് കയ്യിൽ. ഓൾറെഡി വന്നിരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ചേട്ടാ. ഓക്കെ, നമ്മളെ അവസാനം 50 എഗ്ഗിൻ്റെ ഒപ്പം തുടങ്ങുവാണ്. വെച്ചിട്ട് ഫസ്റ്റ് കിഡ്സൺ എടാ ഇത് കിട്ടിയ തന്നെയാണല്ലോ. 25 കമ്പനിയിൽ ഒന്നാണോ റെയിൻട്രിക്സ് പച്ച ഹ്യൂജ് ഡംബഞ്ച്. സുസാക്കു അക്വ ഇതേ കിടക്കുന്നു അവൻ. എൽസഫിയർ ലെക്സ് കണ്ടിട്ടുണ്ട് കുറെ കണ്ടിട്ടുണ്ട്. സുസാക്കു നമുക്ക് അവസാനമായതുകൊണ്ട് എല്ലാ കളി കഴിഞ്ഞിട്ട് ലവൻഡർ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊന്നൊരു വില ഇല്ല. ഫസ്റ്റ് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര വില ആയിരുന്നു ഇതിനൊക്കെ. അവിടെ മോനെ സീൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ എല്ലാം കഴിഞ്ഞ് കളി നിർത്താൻ പോണ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനിയും നടന്ന ഇനിയൊക്കെ കിട്ടും ചിലപ്പോൾ. വേണ്ട, മമർസ് ക്രൈസ്റ്റ് ഉണ്ട് എൻ്റെ വരുന്നുണ്ട്. ടറ അങ്ങനെ നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ 1 hour കഴിഞ്ഞ് നമ്മളെ വീഡിയോ. ഓക്കെ, 2600 കിലോന് ഇരിക്കട്ടെ. ജോർമുട്ടയുടെ ഇഗ്നീസ് എനിക്ക് പിടിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. അതിലൊന്നും കൂടെ നമ്മളെ ബേസിൽ പണിക്ക് ആവശ്യമുണ്ടായിരുന്നു ജോർമുട്ടയുടെ ഇഗ്നീസിനെ. അതിന് കിട്ടി സെറ്റ്. റിലാക്സറസ് ഇതൊന്നും ബോസാവില്ലല്ലോ. ബോസാവോ? അല്ലല്ല എല്ലാം തോന്നണം. നോക്കിയോക്കാം. ഇപ്പൊക്കെ ക്രൈസ്റ്റൊക്കെ ബോസാണല്ലോ. ജോർമുട്ടയുടെ ഇഗ്നീസ് ഉണ്ട്. കുഴപ്പമില്ല, ജോർമുട്ടയുടെ ഇഗ്നീസ് എത്ര കിട്ടാലും കുഴപ്പമില്ല. ബേസിൽ തീയൂതാൻ മെയിനായിട്ട് വേണ്ടത് അവൻ സീനാ തീയൂതാൻ. ബ്ലേസ് ഹോൾ നോക്ട് ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബ്ലേസ് ഹോൾ ആയിരുന്നല്ലേ.
മസിൽ ഹെഡാ ഫയർ സർപ്പൻ ടെറ എൽറൈഡർ പത്തേറോ റിലാക്സ് അഗെയിൻ ഉടലറാ ഹ്യൂജ് ആക്കില്ല എവിടെ ഹ്യൂജ് ആക്കുന്നുണ്ടെങ്കിൽ പറ്റിക്കുന്ന ഹ്യൂജ് ആക്കിയ ഫ്രിഡ്ജ് സ്പിരിറ്റ്സ് മോൺസ്റ്റർ ബോട്ട് പോണ ഓരോക്കെ ബോസ് ആവോ ഗവൺമെന്റ് ഇഗ്നിസിന് ബോസ് ഉണ്ടാവോ ഇങ്ങോട്ട് ഇത് ഞാൻ പൊളിച്ചില്ലായിരുന്നു നോക്കട്ടെ ഏട്ടാ ഇപ്പൊ കിട്ടിയൊക്കെ ബോസാണോ 23 തൊട്ടായിരുന്നു കൊറേയൊക്കെ ബോസ് ഉണ്ട് കേട്ടോ ഇതേ ബോസ് ഗവൺമെന്റ് ബോസ് ഇല്ല ഇത് ബോസ് ഉണ്ട് കൊറേ ബോസ് ഇപ്പൊ ഇതായിട്ടുണ്ട് ഇതിന്റെ ബോസിന് കിട്ടി സെറ്റ് കേട്ടാ വാൻഡ്രൈസിന്റെ ബോസിന് കിട്ടി എടാ മോനെ അത് പൊളിച്ച് അപ്പൊ നമ്മുടെ മോർണിംഗ് അൽത്താറിനുള്ള അടിക്കില്ല ആൾക്കാരായി കേട്ടോ അപ്പൊ നമ്മൾ അവസാനത്തെ 50 കിലോന്റെ ഇത് ഞാൻ അങ്ങ് പൊട്ടിക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ എഗ് ഹാച്ചിങ്ങിന്റെ അവസാന ഭാഗം അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇരുന്ന് കളക്ട് ചെയ്ത എഗ്ഗൊക്കെ അങ്ങനെ തീർന്നിട്ടുണ്ട് ഇത് മുതലായി ഏട്ടാ എന്താ ഈ 100 kg 100 അല്ലേ 50 kg എഗ്ഗ് അത് മുതലായി ക്യൂറൻ ബോട്ടൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ സൂവിന്റെ വീഡിയോ എടുക്കാനായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഇടായിരുന്നു കേട്ടാ ബോസിനെ സൂ കുറച്ചുകൂടി വലുതാക്കുകയും ചെയ്യായിരുന്നു കേട്ടോ കുഴപ്പമില്ല ഇവിടെ പണി പറഞ്ഞിട്ട് സൂ നമ്മൾ ഒരു 3 മണിക്കൂർ എടുത്തേക്കണം പണിക്ക് 3 മണിക്കൂറിൻ്റെ അടുത്തേക്ക് എടുത്തേക്കണം എൻ്റെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് പോയി കേട്ടാ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് എല്ലാ ഗെയിമിൻ്റെ എല്ലാ വീഡിയോസും പ്ലേസ് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒക്കെ എപ്പിസോഡായിട്ട് കാണാം നിങ്ങൾക്ക് പാൽ ടൈമർ എനിക്കെന്തൊക്കെ അച്ചീവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി ചേട്ടാ അതിനട്ടൊട്ടും കേട്ടാ നിങ്ങൾക്ക് ഫയറിൻ നോട്ട് ബോസാവോ ബ്ലേസോള് മോശമാണോ മോശം ഞാൻ തരുന്നത് കേട്ടാ അത് നൈസാ അത് ഭയങ്കര വിഷയം നിൽക്കാം ജോർമുട്ടയുടെ ഇഗ്നിസിന് എന്താണ് ആ ബോസിൻ്റെ അകത്ത് ബോസിനെ പൊളിച്ചേരുന്നത് അപ്പം മറ്റേ ജോർമുട്ടയുടെ വാട്ടറിൻ്റെ സെയിം ഇതാവും അങ്ങനെ നമ്മുടെ അവസാന ഇതിലോട്ട് പോകുന്നു 6 എഗ്ഗും കൂടെ ഇനി 5 എഗ്ഗും കൂടെ ക്രൈസ്റ്റ് അതിൻ്റെ ബോസ് എന്താണ് ബോസാണ് ഇംഗ്ലീഷ് കുറെ കിട്ടുന്നുണ്ട് അവസാന എഗ്ഗാണ് കേട്ടോ നമ്മൾ 50 kg അതും തീർന്നിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിൽ എഗ്ഗൊന്നുമില്ല നമുക്കിപ്പോൾ കുറഞ്ഞു ഇപ്പം ജനിച്ചതിൽ ആരൊക്കെ ബോസ് നോക്കട്ടെ
ടോർമെൻറ്റോടിനപ്പം ബോസ് ഇല്ല കേട്ടോ. ടോർമെൻറ്റോട് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിലും ബോസ് ഇല്ല. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളതിന് ഇത്ര 26 പേജ് വരെയുള്ള ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളിത് കൂട്ടിയാൽ മതി. 6, 12, 18, 24, 30 ഒരെണ്ണത്തേക്കുള്ളൂ. 30 വെച്ചിട്ട് 25 നമ്മൾ ഫുള്ളാക്കി. ഓക്കെ, 300, 600, 750 അടുത്തേക്ക് വന്നിക്കണം. എന്നിട്ട് മോളിക്കും ഉണ്ടേതാണല്ലോ ഇവിടെ ഒരു കണക്ക് തെറ്റില്. എന്തായാലും അത്ര ഉണ്ട്. അപ്പം ശരി ഗൈസ്. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അയ്യല്ലോ കഴിഞ്ഞു. ഇല്ല. അപ്പോൾ 800+ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പോയി വല്ല മിസ്സായാ പൊട്ടിച്ചതിൽ എനിക്ക് കൊല്ലം പോണോയാ എന്നെ കാണിച്ചതല്ലോ എനിക്ക് ഫസ്റ്റ്. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. 800+ എഗ് ഇൻക്യുബേറ്റ് ചെയ്ത് നിന്നിരുന്നിട്ട് 1 മണിക്കൂർ എടുത്ത് ഇൻക്യുബേറ്റ് ചെയ്യാൻ. അപ്പം അത് കണ്ടുപിടിക്കാത്ത ടൈം എടുത്തുണ്ടാവും. നമ്മളങ്ങനെ ഇവിടെ ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യണം. അത് കുറച്ച് ടൈം എടുക്കും. വീഡിയോ ഇനി ലെങ്ത് കൂടെ. അപ്പോൾ അത് ഞാൻ ഇത് കാണിക്കുന്നില്ല. എപ്പോഴേലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക് അടിക്കുക എല്ലാവരും. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.